أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا يتخذ المؤمنون الكافرين أولياء من دون المؤمنين ومن يفعل ذلك فليس من الله في شيء إلا أن تتقوا منهم تقات ويحذركم الله نفسه وإلى الله المصير. صدق الله العلي العظيم. നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് ബനു ഇസ്രായേലരെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അതിവിശിഷ്ടമായ തൗറാത്ത് നൽകി ആ തൗറാത്ത് അനുസരിച്ച് വിധിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞാൽ അവർ പിന്തിരിഞ്ഞു കളയും. അവരുടെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്, പറയുക അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക്, അവൻ ആധിപത്യം നൽകുന്നവർക്ക് മാത്രമേ ആധിപത്യമുള്ളൂ, അവൻ ഇസ്സത്ത് നൽകുന്നവർക്ക് മാത്രമേ ഇസ്സത്തുള്ളൂ എന്ന കാര്യം പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു പറയുന്നത് ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിന്ദൂനിൽ മുഅ്മിനീൻ. മൂമിനുകൾ കാഫിരീങ്ങളെ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്, മിന്ദൂനിൽ മുഅ്മിനീൻ, മൂമിനീങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്. മൂമിനീങ്ങൾക്ക് പകരമായിട്ട് അവർ കാഫിരീങ്ങളെ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്. വലിയ എന്ന് പറഞ്ഞാൽ രക്ഷാധികാരി എന്നും ഉറ്റ സുഹൃത്ത് എന്നും സഹായി എന്നുമൊക്കെ അർത്ഥമുണ്ട് വലിയന്. വല്ല എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു എന്നാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, സൂറ ബഖറയിൽ മുമ്പ് കഴിഞ്ഞു പോയതാണ്. മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയുക. വല്ല എന്ന ഫിഇലിൻ്റെ വെർബിൻ്റെ കൂടെ ഇല എന്ന ഹർഫ് ചേർത്ത് പറയുമ്പോൾ ഒന്നിലേക്ക് തിരിയലും, വല്ലായുടെ കൂടെ എന്നുള്ള ഹർഫ് ചേർത്ത് പറയുമ്പോൾ ഒന്നിൽ നിന്ന് തിരിയലുമാണ്. ചിലപ്പോൾ ഈ ഹർഫില്ലാതെയും പറയും. വല്ല പിന്തിരിഞ്ഞു എന്ന അർത്ഥത്തിലൊക്കെ ഹർഫില്ലാതെയും പറയും. വല്ല മുദ്ബിറ അല്ലെങ്കിൽ വല്ല മുസ്തക്ബിറ എന്നൊക്കെ ഖുർആനിൽ അവർ കിബറോടുകൂടെ തിരിഞ്ഞു കളഞ്ഞു. അപ്പോൾ തിരിയലാണ് വല്ല. അൽ വലിയ, വലിയ എന്ന് പറഞ്ഞാൽ അൽ ഖുർബ്, സാമീപ്യമാണ്. അതിൽ നിന്നാണ് മറ്റ് രൂപങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വളരെ അടുത്ത ബന്ധം, സഹായം, അതുപോലെ ഉറ്റ ചങ്ങാത്തം, ഇതൊക്കെയാണ് വലിയ എന്നുള്ള വാക്ക്. മൗല എന്നുള്ള വാക്ക് അടിമക്കും ഉടമക്കും പറയും. അടിമക്കും പറയും, അതായത് സഹായി എന്നുള്ള അർത്ഥത്തിൽ അടിമക്കും പറയും, ഉടമക്കും പറയും. അള്ളാഹുവിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു മൂമിനുകളുടെ വലിയാണെന്ന് പറയും. അതുപോലെ അള്ളാഹു മൗല ആണെന്നും പറയും. അള്ളാഹു യജമാനനാണ്, ആ അർത്ഥത്തിൽ മൗല എന്ന് പറയും. മൂമിനുകളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് തിരിച്ചും പറയും. ഉറ്റബന്ധമുള്ള ആളെന്നുള്ള അർത്ഥത്തിൽ വലിയ എന്ന് മൂമിനുകളെക്കുറിച്ചും പറയും, അള്ളാഹുവിനെക്കുറിച്ചും പറയും. പക്ഷേ മൗല എന്ന് അള്ളാഹുവിനെക്കുറിച്ച് മാത്രമേ പറയൂ, മൂമിനുകളെക്കുറിച്ച് പറയില്ല. അള്ളാഹുവിൻ്റെ മൗലയാണ് മൂമിനുകളെന്ന് പറയില്ല, മൗല അള്ളാഹു മാത്രമാണ്. വലിയ എന്നുള്ള വാക്കും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. വലിയ, ഔല, തവല്ല, വല എന്നൊക്കെ തുടങ്ങി ഒരുപാട് രൂപങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ വലിയാണ് എന്ന് സൂറ അൽ ബഖറയിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു. അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ. വലിയായതുകൊണ്ടാണ് അവൻ അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവൻ സഹായിയാണ്. വലിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സഹായിയാണ്. വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറ എന്ന് പറയുന്നുണ്ട് ഖുർആനിൽ. അള്ളാഹു മതി, വലിയായിട്ട് അള്ളാഹു മതി. വകഫാ ബില്ലാഹി നസീറ, സഹായിയായിട്ടും അള്ളാഹു മതി. അതുപോലെ നിഷേധികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വലിയ പിശാചുക്കളാണെന്നും താഗൂത്താണെന്നൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറ ബഖറയിലും നമ്മളത് കണ്ടതാണ്. വല്ലദീന കഫറു ഔലിയാഹുമു താഗൂത്ത് യുഖ്രിജൂനഹും മിനദ്ദുലുമാതി ഇലന്നൂർ. അവർ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ കാഫിറുകളെക്കുറിച്ച് ഷെയ്ത്താൻ്റെ വലിയകളാണ്, ഔലിയ ആണെന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. സൂറ നിസായിൽ കാണാം അല്ലദീന ആമനു യുഖാതിലൂന ഫീ സബീലില്ലാഹ്. വിശ്വസിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പോരാടുന്നത്. വല്ലദീന കഫറു യുഖാതിലൂന ഫീ സബീലി താഗൂത്ത്. എന്നാൽ നിഷേധിച്ച ആളുകൾ പോരാടുന്നത് താഗൂത്തിൻ്റെ മാർഗത്തിലാണ്. അതിരുകടന്ന, ധിക്കാരം പ്രവർത്തിച്ച, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത അത്തരത്തിലുള്ള ആളുകളുടെ മാർഗത്തിലാണ്. ഫഖാത്തിലു ഔലിയ ഷെയ്ത്വാൻ. അതുകൊണ്ട് ഷെയ്ത്വാൻ്റെ ഔലിയനോട് നിങ്ങൾ പോരാടുക. അവിടെ കാഫിറുകളെക്കുറിച്ച് പറഞ്ഞത് ഷെയ്ത്വാൻ്റെ ഔലിയ എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന കൈദ ഷെയ്ത്വാനി കാന ലഈഫ. ഷെയ്ത്താൻ്റെ കൈദുകൾ, ഷെയ്ത്താൻ്റെ തന്ത്രങ്ങളും ഷെയ്ത്താൻ്റെ പ്ലാനുകളൊക്കെ വളരെ ലൈഫാണ്. ഇവിടെ പറയുന്നത് കാഫിറുകളെ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത് എന്നാണ്. മുനാഫിക്കുകളോടാണ് പറയുന്നത്. ജൂതന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന
ഗോത്രമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഖസ്റജ് ഗോത്രം ബനു ഖൈനുക്കാവുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഗോത്രമാണ്. ജാഹിലിയ കാലത്ത് അവർ തമ്മിൽ പരസ്പരം അലൈസ് ആയിരുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ എന്ന മുനാഫിക്കുകളുടെ നേതാവ്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിലാണ് ഇത് അവതരിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ നസലത്ത് ഫിൽ മുനാഫിഖീന അബ്ദുല്ലാഹിബിൻ ഉബയ്യ് വ അസ്ഹാബിഹി കാനു യതവല്ലൗനൽ യഹൂദ വൽ മുശ്രിക്കീൻ എന്ന് തഫ്സീർ ഖുർത്തുബിയിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടതാണ് ഇത് അവതരിച്ചത് മുനാഫിക്കുകളുടെ, അതായത് അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്വഹാബികൾ, അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും കാര്യത്തിലാണ്. കാനു യതവല്ലൗനൽ യഹൂദ വൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോടും യഹൂദരോടും ഉറ്റ ബന്ധം അവർക്കുണ്ടായിരുന്നു എന്നാണ്. ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ആയത്തുകൾ തുടർന്ന് വരുന്നുണ്ട്. മുനാഫിക്കുകളായ ആളുകൾ ഔലിയ ആയിട്ട് കാഫിരീങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സൂറ നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്. ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു, നിശ്ചയം ഈമാൻ ഉണ്ടായിരുന്ന ആളുകൾ എന്നിട്ട് കുഫറിലേക്ക് പോയി, വീണ്ടും ഈമാനിലേക്ക് വന്നു, വീണ്ടും കുഫറിലേക്ക് പോയി. സുമ്മസ്ദാദു കുഫറ, അവരിങ്ങനെ ചാഞ്ചല്യം പ്രകടിപ്പിച്ചപ്പോൾ പിന്നെ അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് സുമ്മസ്ദാദു കുഫറ, കുഫറിൽ വർധനവുണ്ടായി. അങ്ങനെ അവർ കുഫറിലേക്ക് തന്നെ ചാഞ്ഞുപോയി. അവരെക്കുറിച്ച് പറയുന്നുണ്ട്, ലം യക്കുനില്ലാഹു ലിയഗ്ഫിറ ലഹും വലാ ലിയഹ്ദിയഹും സബീല, അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതും അവരെ സന്മാർഗത്തിലാക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തമല്ല. ബഷീരിൽ മുനാഫിഖീൻ, മുനാഫിക്കുകൾക്ക് വാണിംഗ് നൽകുക, ബി അന്നലഹും അദാബൻ അലീമ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അല്ലദീന, അവരെങ്ങനെയുള്ളവരാണ്, യത്തഖിദൂനൽ കാഫിരീന ഔലിയ മിൻദൂനിൽ മുഅ്മിനീൻ, മൂമിനീങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കാഫിരീങ്ങളെ ഔലിയ ആക്കിയവരാണവർ. അയബ്തഗൂന ഇൻദഹുമുൽ ഇസ്സ, അവരുടെ അടുക്കലാണോ അവർ ഇസ്സത്ത് തേടുന്നത്? കാഫിറുകളായ ആളുകളുടെ അടുക്കലാണോ അവർ ഇസ്സത്ത് തേടുന്നത്? ഫൈനൽ ഇസ്സത്ത ലില്ലാഹി ജമിയ, ഇസ്സത്ത് മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു നൽകിയവർക്ക് മാത്രമാണ് ഇസ്സത്തുള്ളത്. അപ്പോൾ മുനാഫിക്കുകളായ ആളുകൾ കാഫിരീങ്ങളെ ഔലിയ ആയിട്ട് സ്വീകരിച്ചിരിക്കുന്നുവെന്നും അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നും സൂറ നിസായിൽ പറയുന്നുണ്ട്. സൂറ നിസായിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, ഈമാനുള്ള ആളുകളെ നിങ്ങൾ കാഫിറുകളെ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്, മിൻദൂനിൽ മുഅ്മിനീൻ, മൂമിനീങ്ങളെ വിട്ടുകൊണ്ട്. അതേപോലെ സൂറ തൗബയിലും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ആബാഅക്കും വ ഇഖ്വാനക്കും ഔലിയ, നിങ്ങളുടെ പിതാക്കന്മാരെയോ സഹോദരന്മാരെയോ നിങ്ങൾ ഔലിയ ആക്കരുത്. എങ്ങനെയാണെങ്കിൽ ഇൻ ഇസ്തഹബുൽ കുഫ്റ അലൽ ഈമാൻ, അവർ കുഫ്റിനെയാണ് ഈമാൻ്റെ മേൽ പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ അവരെ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്. വമൻ യതവല്ലഹും മിൻകും ഫൗലായിക ഹുമുൽ ളാലിമൂൻ, നിങ്ങളിൽ നിന്ന് അവരെ ഉറ്റമിത്രമാക്കുന്ന ആളുകൾ അവർ ളാലിമീങ്ങളാണ് എന്ന് സൂറത്ത് തൗബയിലെ 23-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. സത്യവിശ്വാസികളുടെ വലിയ അള്ളാഹുവാണ്, അവനാണ് അവരെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അഥവാ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നത്, സന്മാർഗം നൽകുന്നത് അവനാണ്. ഇക്കാര്യം അള്ളാഹു പലയിടത്ത് പറയുന്നുണ്ട്. അലാ ഇന്ന ഔലിയ അള്ളാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിൻ്റെ ഉറ്റമിത്രങ്ങൾക്ക് ഭയമില്ല, അവരുടെ കാര്യത്തിൽ ഭയമില്ല, അവർ ദുഃഖിക്കുകയുമില്ല. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ ഈമാനുള്ളവരും തഖ്വയുള്ളവരുമാണ്. സൂറ ശൂറയിൽ ചോദിക്കുന്നുണ്ട്, അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അവന് പുറമെ അവർ മറ്റു വല്ല രക്ഷാധികാരിയെയും സ്വീകരിച്ചോ? ഫല്ലാഹു ഹുവൽ വലിയ, അള്ളാഹു ആണ് യഥാർത്ഥ വലിയ. വഹുവ യുഹീൽ മൗത്ത, അവനാണ് നിർജീവമായതിനെ ജീവിപ്പിക്കുന്നത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ മേലും ഖദറുള്ള കഴിവുള്ള ആളാണവൻ. അപ്പോൾ വിശ്വാസികളുടെ യഥാർത്ഥ വലിയ അള്ളാഹു ആണെന്നും അള്ളാഹുവിനെ വിട്ടുകൊണ്ട് മറ്റൊന്നിനെയും വലിയായിട്ട് സ്വീകരിക്കരുതെന്നും, അതുപോലെ സത്യവിശ്വാസികളെ വിട്ടുകൊണ്ട് നിങ്ങൾ കാഫിറുകളെ വലിയായിട്ട് സ്വീകരിക്കരുത് എന്നും ഖുർആനിൽ പലയിടത്തായിട്ട് പറയുന്നതാണ്. ഇവിടെയും അള്ളാഹു അതാണ് പറയുന്നത്, ലാ യത്തഖിദുൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയ മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ വിട്ടുകൊണ്ട് കാഫിരീങ്ങളെ സത്യവിശ്വാസികൾ ഔലിയ ആയിട്ട് സ്വീകരിക്കരുത്. വമൻ യഫ്അൽ ദാലിക ഫലൈസ മിനല്ലാഹി ഫീ ഷൈഇൻ, അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സഹായവും അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നില്ല ഒരു കാര്യത്തിലും. ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാത്ത്, ഈ വാക്യത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകാവുന്നതാണ്. അതിലേറ്റവും കൂടുതൽ ആളുകൾ നൽകിയിട്ടുള്ള അർത്ഥം ഇല്ലാ അൻ തഖാഫു മിൻഹും മഖാഫ, അവരെ നന്നായിട്ട് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒഴികെ എന്നുള്ള അർത്ഥത്തിലാണ്.
അതായത് കാഫിറുകളെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ അവരെ നിങ്ങൾക്ക് വലിയായിട്ട് സ്വീകരിക്കാം. പക്ഷേ ആ വലിയായിട്ടുള്ള സ്വീകരണം പുറമേ മാത്രമേ ഉണ്ടാകാവൂ എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. ഇമാം തബരി റഹ്മുള്ള പറയുന്നുണ്ട്, ഇല്ലാൻ തക്കൂനു ഫി സുൽത്താനിഹിം ഫതഹാഫുഹും അല അൻഫുസിക്കും. നിങ്ങൾ അവരുടെ അധികാരത്തിലാണെങ്കിൽ, നിങ്ങൾ അവരെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ വല്ലതും ചെയ്യും എന്നൊക്കെയുള്ള ഭയപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ചങ്ങാത്തമാകാം. പക്ഷെ ആ ചങ്ങാത്തം പുറമേയുള്ള ചങ്ങാത്തം മാത്രമായിരിക്കണം, ഉള്ളുകൊണ്ട് അവരെ ഉറ്റമിത്രങ്ങളാക്കരുത് എന്ന ഒരർത്ഥത്തിലാണ്. പക്ഷേ സാഹചര്യത്തിൽ, ഈ ഒരു സന്ദർഭത്തിൽ ആ അർത്ഥമല്ല ഇവിടെ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത്. 2 കാരണങ്ങൾ കൊണ്ടാണ് ആ അർത്ഥം സ്യൂട്ടബിൾ അല്ലാത്തത്. ഒന്നാമത്തത്, ഇത്തിഖായിൻ്റെ കൂടെ മിന്നെന്നുള്ള ഹർഫ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാഗ്രത പാലിക്കുക, കോഷ്യസ് ആകുക എന്നാണ് അർത്ഥം, സൂക്ഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പേടിക്കുക എന്നുള്ള അർത്ഥം വളരെ സ്യൂട്ടബിൾ അല്ല, സൂക്ഷിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥം അവരെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒഴികെ എന്നാണ്. അവിടെ ഇല്ല എന്നുള്ള വാക്കിന് എക്സെപ്റ്റ് ഇസ്തിസ്നായിൻ്റെ അർത്ഥം എടുക്കുമ്പോൾ, ഒഴികെ എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ ഇവിടെ സന്ദർഭത്തിന് യോജിക്കുന്നില്ല. ഇല്ല എന്നുള്ളത് തഅക്കീദിന് വേണ്ടി വരും, നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി വരും. ഇവിടെ അതാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതായത് അവരെ നന്നായിട്ട് സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്, അവരെ ഉറ്റമിത്രമാക്കുകയല്ല ചെയ്യേണ്ടത്. ഇല്ല എന്നുള്ളത് എംഫസിസിന് വേണ്ടി വന്നതാണ്. അൻ തത്തഖു മിൻഹും തുഖാത്ത്, അവരോട് നന്നായിട്ട് ജാഗ്രത പുലർത്തുക, അതാണ് വേണ്ടത്. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അള്ളാഹു സ്വന്തത്തെക്കുറിച്ച് താക്കീത് നൽകുന്നു നിങ്ങൾക്ക്. വൈലല്ലാഹിൽ മസീർ, അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം. അള്ളാഹു എന്തുകൊണ്ടാണ് താക്കീത് നൽകുന്നു എന്ന് പറയുന്നത്? മുനാഫിക്കുകളോടാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ താക്കീതുണ്ട്. കാരണം നിങ്ങൾ എന്തൊളിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ അത് അള്ളാഹു അറിയും. അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരിക്കും, പറയുക നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചാൽ, ഔ തുബ്ദൂഹു യഅലംഹുല്ല, അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തമാക്കിയാൽ അതൊക്കെ അള്ളാഹു അറിയും. വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നവനാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിൻ്റെ മേലും ഖദറുള്ളവനാണ്. എന്നിട്ട് പറയുന്നു, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്ത് മിൻ ഖൈരിൻ മുഹ്ളറൻ വമാ അമിലത്ത് മിൻ സൂഇൻ, ഒരു നാൾ, അന്ന് എല്ലാ നഫ്സും എല്ലാ ആളും അവർ പ്രവർത്തിച്ച ഹൈറൊക്കെ അവരുടെ മുമ്പിൽ പ്രസൻ്റായതായിട്ട് കണ്ടെത്തും. അവർ കാണും, അവരുടെ മുമ്പിൽ ഹാജരായതായിട്ട് അവർ ചെയ്ത എല്ലാ നന്മകളെയും അവർ കാണും. അതുപോലെ വമാ അമിലത്ത് മിൻ സൂഇൻ, ആ നഫ്സ് ചെയ്ത എല്ലാ തിന്മയും അവരുടെ മുമ്പിൽ പ്രസൻ്റായിട്ട് ഹാജരാക്കപ്പെട്ടതായിട്ട് കണ്ടെത്തുന്ന ഒരു ദിവസം. തവദ്ദു ലൗ അന്ന ബൈനഹ ബൈനഹു അമദം ബഈദ, തൻ്റെയും ആ പ്രവർത്തികളുടെയും ഇടയിൽ വലിയൊരു ദൂരമുണ്ടായിരുന്നെങ്കിലെന്ന് ഓരോ ആളും അന്ന് കൊതിച്ചു പോകും. വയുഹദ്ദിറുക്കുമുല്ലാഹു നഫ്സ, അള്ളാഹു സ്വന്തത്തെക്കുറിച്ച് താക്കീത് നൽകുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ താക്കീത്. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അള്ളാഹു അറിയും. മാത്രമല്ല, നിങ്ങൾ ചെയ്ത പ്രവർത്തികളൊക്കെ കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അവൻ താക്കീത് നൽകുന്നു. എന്നാൽ അള്ളാഹു തൻ്റെ അടിമകളോട് അങ്ങേയറ്റം അലിവുള്ള ദയുള്ളവനാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു തൻ്റെ അടിമകളോട് വളരെ ദയുള്ളവനാണ്. ഖുൽ, പറയുക, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, എന്നെ പിൻപറ്റുക, യുഹിബ്ബുക്കുമുല്ലാ, എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. മാത്രമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അവൻ പൊറുക്കും. വല്ലാഹു ഗഫൂറുർ റഹീം, അവൻ റഹീമായ കരുണയുള്ള ഗഫൂറാണ്, അതായത് പാപങ്ങൾ പൊറുക്കുന്നവനാണ്. ഖുൽ അത്തിയുല്ലാഹ വർ റസൂൽ, പറയുക, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. നിങ്ങൾ കാഫിറുകളായ ആളുകളെ അനുസരിക്കരുത്, അവർ നിങ്ങളെ അന്ധകാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനെ അനുസരിക്കുക, വിശ്വാസികളെ ഉറ്റമിത്രങ്ങളാക്കുക. അള്ളാഹു പറയുന്നു, ഖുൽ, പറയുക, അത്തിയുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക. വൈൻ തവല്ലൗ, ഇനി പിന്തിരിയുകയാണെങ്കിൽ, തവല്ല എന്നുള്ള വാക്ക് ഇവിടെ വന്ന അതാണ്, പിന്തിരിയുക എന്നുള്ള അർത്ഥത്തിലാണ്. പിന്തിരിയുകയാണെങ്കിൽ ഫ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അറിയുക, സത്യനിഷേധികളെ, കാഫിറുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയേയില്ല. ഈ ഒരു താക്കീത് മുനാഫിക്കുകൾക്ക് നൽകിയതിന് ശേഷം, മുനാഫിക്കുകളെന്ന് പറയുമ്പം പ്രധാനമായിട്ടും നമുക്കറിയാം, അഹ്ലു കിതാബിലുള്ള യഹൂദരിലുള്ള പലരും പ്രവാചകൻ്റെ കൂടെ ഞങ്ങളും വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് കൂടിയിരുന്നു. അവരോടൊപ്പം അവരുമായിട്ട് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്ന, അലയൻസിലുണ്ടായിരുന്ന ഗോത്രങ്ങളുണ്ടായിരുന്നു.
അത്തരം ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. അവരോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവേയും പ്രവാചകനെയുമാണ് അനുസരിക്കേണ്ടത്. ഇക്കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹു സൂറ ബക്കറയിൽ പ്രവാചകത്വത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഹിദായത്തിൻ്റെയൊക്കെ തുടക്കം ആദം അലൈഹിസ്സലാമിൻ്റെ ഖിസ്സ പറഞ്ഞുകൊണ്ട് തുടങ്ങിയതുപോലെ ഇവിടെ ആലു ഇമ്രാനെക്കുറിച്ച് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗങ്ങൾ വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.